നമുക്ക് നല്ല പച്ച അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 എണ്ണം എടുത്ത് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളത് വറുക്കാനും പോവാണ് കേട്ടോ. അപ്പോൾ വറുക്കാനുള്ള അയില നല്ലപോലെ വരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കറി വെക്കാനുള്ളത് 3 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ വറുക്കാനുള്ള അയിലയിലേക്ക് മസാല പെരട്ടി വെക്കുകയാണ് കേട്ടോ. മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കറിക്കുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കണം. ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ച കൊച്ചുള്ളില്ലേ, പേര് പോലെ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വലിയ കാര്യത്തിന് ഞാൻ കറി വെക്കാനായിട്ട് പൊളിക്കാനെടുക്കും, അതേപോലെ തിരിച്ച് വെക്കും കേട്ടോ. പിന്നെ ഞാൻ സവാള ഇടും. അപ്പോൾ ഈ ഒരു കറിക്ക് ഞാൻ ഒരു സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 3-4 പച്ചമുളകും, കുറച്ച് വേപ്പിലയും, ഒരു മാങ്ങയും, ഒരു വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിൽ വെച്ച് കണ്ടപ്പോൾ ഞാനോർത്ത് ചെനച്ചതായിരിക്കുന്നു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തി നോക്കിയപ്പോൾ പച്ചമാങ്ങ കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുണ്ട്. എന്നാലും ഞാൻ ഈ മാങ്ങ ഫുള്ളിടാൻ പോവുകയാണ്. അങ്ങനെ ദേ സവാളയും പച്ചമുളകും ഇഞ്ചി വാങ്ങാൻ മറന്നു പോയിട്ട് അപ്പോൾ ഇഞ്ചി ഇട്ടിട്ടില്ല. മാങ്ങയും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അയിലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ പൂളി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. തേങ്ങ ചെരണ്ടാൻ എനിക്ക് മടിയാണ് കേട്ടോ. പുളിയെടുത്താലും നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ് അരക്കാനുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ ഞാൻ അരക്കാറുള്ളൂ കേട്ടോ, ചെരണ്ടാറില്ല. അങ്ങനെ ദേ സവാള അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും മാങ്ങ അരിഞ്ഞതും അരപ്പും എല്ലാം കൂടി അയിലയിലേക്ക് ഇട്ട് കൊടുത്തു. പാകത്തിന് വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മൾ കറി അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഈ കറിയിൽ മീനിനേക്കാൾ കൂടുതൽ മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ. മോനിത് കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഇത് അയിലക്കറിയാണോ അതേ മാങ്ങക്കറിയാണോ എന്ന് നോക്കും കേട്ടോ. അതിന് മാത്രം മാങ്ങ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും മീനിലിട്ട മാങ്ങ കഴിക്കാൻ എനിക്കും മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ വറുത്ത അയില ഉണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മീൻകറി അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചട്ടിയിട്ട് ചുറ്റിക്കാനേ പാടുള്ളൂ, തവിയിട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. ഞാൻ തവിയിട്ട് തന്നെ ഇളക്കിപ്പോയി. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് കറി അടുപ്പത്തേക്ക് കയറ്റാൻ പോവുകയാണ്. അയില പൊടിയാതെ കിട്ടുമോ എന്തോ അറിയില്ല. അയിലയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പൊടിയാതെ കിട്ടും കേട്ടോ. അങ്ങനെ അയിലക്കറിയുടെ ചട്ടി അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി വറുക്കാനുള്ള അയിലയും കൂടി വറുത്തെടുക്കാമേ. അതിന് മുമ്പേ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടായി കിടക്കുവാണ്. മാങ്ങ അരിഞ്ഞതും സവാളയും ഒക്കെ അരിഞ്ഞ ആ തൊണ്ടും പിന്നെ വെള്ളമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ്. കറി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അത് കഴുകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴേക്കും കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അയില വറുത്ത് കഴിഞ്ഞു, കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോന് ചോറ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അയിലക്കറിയും അയില ഫ്രൈയും കൂട്ടി മോന് ചോറ് കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.